നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഭൗതിക ശാസ്ത്രത്തിലെ പ്രകാശം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശത്തിൽ തന്നെ നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ഭാഗം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്നാ പറയുന്നത്? നമ്മള് സൂര്യപ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയും? സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ അതാര്യ വസ്തുക്കൾ എന്ന് പറയും. സൂര്യപ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുതാര്യ വസ്തുക്കൾ എന്നും സൂര്യപ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ അതാര്യ വസ്തുക്കൾ എന്നും പറയുന്നു. ഇനി സൂര്യപ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്നാ പറയുന്നത്? അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയുന്നു. അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്നാ പറയുന്നത്? സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. ഇവ എന്ത് ചെയ്യും? പ്രകാശത്തെ കടത്തിവിടുന്നു. ഇതിന് ഉദാഹരണമാണ് ജലം, ഗ്ലാസ് മുതലായവ. ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ എന്താ പറയുന്നത്? അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. കല്ലൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. കല്ല്, തടി, ഇതൊന്നും പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഈ വസ്തുക്കളെ നമ്മൾ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. ഇനി അർദ്ധധാരി വസ്തുക്കൾ, അതിന്റെ പ്രത്യേകത എന്താണ്? പ്രകാശത്തെ അത് പൂർണ്ണമായിട്ടും കടത്തിവിടില്ല, ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരി വസ്തുക്കൾ. ഇപ്പൊ ഉദാഹരണമാണ് ഓയിൽ, എല്ലാം അതിന് ഉദാഹരണമാണ്. ഓയിൽ, പേപ്പർ മുതലായവ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് വിഭങ്കനം എന്ന് നോക്കാം. ഒരു അതാര്യ വസ്തുവിനെ, അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അതാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിഭങ്കനം അല്ലെങ്കിൽ എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള അതാര്യ വസ്തുക്കളെ ചുറ്റിക്കൊണ്ട് പ്രകാശം ഒന്നില്ലെങ്കിൽ വളയും അല്ലെങ്കിൽ വ്യാപിക്കും. നമുക്ക് നോക്കാം. ഇതിപ്പോ ഒരു ചെറിയൊരു അതാര്യ വസ്തു ആണെന്ന് വെക്കുക. പ്രകാശം ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. ഈ വസ്തുവിൽ തട്ടിക്കൊണ്ട് ഒന്നില്ലെങ്കിൽ പ്രകാശം മൊത്തമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ വ്യാപിക്കും. നോക്ക, ഒന്നില്ലെങ്കിൽ പ്രകാശം ഇങ്ങനെ മൊത്തമായിട്ട് ഈ അതാര്യ സൂക്ഷ്മമായിട്ടുള്ള അതാര്യ വസ്തുവിൽ തട്ടി മൊത്തമായിട്ട് വ്യാപിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രകാശം എന്ത് ചെയ്യും? പ്രകാശത്തെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിനെ ചുറ്റി വളഞ്ഞു പോകും. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ പ്രകാശം വ്യാപിക്കും, അല്ലെങ്കിൽ പ്രകാശം എന്ത് ചെയ്യും? ഈ അതാര്യ വസ്തുവിൽ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോകും. ഈ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതായത് നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവും. നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവുമായി കാണുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണെന്ന് PSC ചോദിക്കാം. അതിന്റെ ഉത്തരം എന്താണ്? അത് വിഭങ്കനമാണ്. നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവുമായി കാണുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ്, CD-യിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം എന്താണ്? അതിനും കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭങ്കനമാണ്. CD-യിൽ കാണുന്ന വർണ്ണരാജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ CD ഒക്കെ അങ്ങനെ വെയിലത്ത് കാണിക്കുമ്പോൾ അതിലൊരു തിളക്കം നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള ഒരു തിളക്കം നിങ്ങൾ CD-യിൽ കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്താണ്? ഈ വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. അപ്പോൾ CD-യിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം എന്താണ്? അതും ഡിഫ്രാക്ഷൻ ആണ്. ഇനി നമുക്ക് സൂര്യന് ചുറ്റും വലയങ്ങൾ കാണാറുണ്ട് നമ്മൾ ചെറുതായിട്ട്. നിങ്ങൾ സൂര്യനെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ സൂര്യനെ ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറയുമ്പോൾ നട്ട
വെയിലത്തൊന്നും കയറി സൂര്യനെ നോക്കരുത്, നമ്മളെ കണ്ണിന് കേടാണ്. സൂര്യന് ചുറ്റും നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെറിയ വലയങ്ങൾ കാണാൻ കഴിയും. സൂര്യന് ചുറ്റും വലയങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നതിന് കാരണം എന്താണ്? അതും ഈ പറയുന്ന വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം മൂലമാണ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. സൂര്യന് ചുറ്റും വലയങ്ങൾ ഉള്ളതായി തോന്നുന്നതിന് കാരണം എന്താണ്? അതിന് കാരണവും വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ്. നോക്കാം. സുതാര്യ വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് അധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു. എന്താണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു. എന്താണ് വിഭങ്കനം എന്ന് പറഞ്ഞു. വിഭങ്കനം എന്താണ്? അധാര്യ വസ്തുക്കളെ, വളരെ സൂക്ഷ്മമായിട്ടുള്ള അധാര്യ വസ്തുക്കളെ ചുറ്റിക്കൊണ്ട് പ്രകാശം ഒന്നില്ലെങ്കിൽ വളയും അല്ലെങ്കിൽ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ പിന്നെ പ്രധാനമായി പഠിച്ചത് എന്താണ്? നിഴലുകൾ ക്രമരഹിതവും അവ്യക്തവുമായി കാണുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് വിഭങ്കനം. മറ്റേത് രണ്ടാമത്തെ എന്താണ്? CD-യിൽ കാണുന്ന വർണ്ണരാജിക്ക് കാരണം എന്താണ്? അതും വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. ഇനി സൂര്യന് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? അതും വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് നോക്കാം. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതക്കുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ്? ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുക. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ പ്രകാശപാതക്കുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇതിവിടെ വായു ആണെന്ന് നിങ്ങൾ കരുതുക. ഇത് ജലമാണ്. പ്രകാശം ഇവിടെ വായുവിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ജലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വെച്ച് ഇതിനൊരു ചെറിയ വളവ് സംഭവിക്കും, ബെൻഡ് സംഭവിക്കും. ഈ ബെൻഡിനെ അല്ലെങ്കിൽ ഈ വളവിനെയാണ്, ഈ സഞ്ചാരപാതക്കുണ്ടാകുന്ന ഈ വളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. ഇനി നോക്കാം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? അത് അപവർത്തനം മൂലമാണ്. ഇനി നമ്മളൊരു വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒരു കോയിൻ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആ കോയിനിലേക്ക് അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്തിട്ടേക്കുന്ന കോയിനിലേക്ക് നമ്മൾ നോക്കില്ലേ? അപ്പൊ ഈ കോയിൻ എന്ത് ചെയ്യും? അത് ഇരിക്കുന്ന പ്രതലത്തിൽ നിന്ന് കുറച്ച് പൊന്തി മുകളിലേക്കായിട്ടാണ് ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണവും ഈ പറയുന്ന അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഇനി നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങളൊരു ചില്ല് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു കമ്പ് കഷ്ണമോ ഇട്ട് വെക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പ് കഷ്ണം ഒരു ചെറുതായിട്ടൊരു വളഞ്ഞ് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ കമ്പ് അല്ലെങ്കിൽ ആ പെൻസിൽ എന്താണോ നിങ്ങൾ അത് ഇനി ഉപയോഗിക്കുന്നത് അതിനൊരു ചെറിയ വളവ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണപ്പെടും. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണവും എന്താണ്? അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഇനി ഇതിന് മറ്റൊരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അപവർത്തനം മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ്. നമ്മൾ സൂര്യ ഉദയത്തിന് മുമ്പും സൂര്യ അസ്തമയത്തിന് മുമ്പും നമുക്ക് ചെറു രീതിയിൽ പ്രകാശം കാണാൻ സാധിക്കും. അതായത് സൂര്യൻ ഉദയത്തിന് മുമ്പും അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും, സൂര്യാസ്തമയത്തിന് മുമ്പല്ല, സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് എന്ത് കാണാൻ കഴിയും? പ്രകാശം കാണാൻ കഴിയും. ഇതിന് കാരണവും എന്താണ്? അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. നോക്കുക, എന്തൊക്കെയാണത്? നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ്? അത് അപവർത്തനമാണ്. നമ്മളൊരു കോയിൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നോക്കുമ്പോൾ അത് ഉപരിതലത്തിൽ നിന്നും പൊന്തിയിരിക്കുന്ന, അതായത് അതിന്റെ അടിത്തട്ടിൽ നിന്നും, ഉപരിതലമല്ല അടിത്തട്ടിൽ നിന്നും അത് പൊന്തിയിരിക്കുന്നതിന് കാരണം എന്താണ്? അത് നമുക്ക് അങ്ങനെ തോന്നാൻ കാരണവും ഈ പറയുന്ന അപവർത്തനമാണ്.
പിന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലേക്ക് ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ഇട്ട് വെച്ചാൽ അത് ചെറുതായി ഒടിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നാൻ കാരണം എന്താണ്? അതിന് കാരണവും അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. മറ്റൊരു കാരണം എന്താണ്? അതായത് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് ചെറിയ രീതിയിൽ പ്രകാശം കാണാൻ കഴിയും. അതിന് കാരണവും എന്താണ്? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന ഇങ്ങനെ പ്രകാശം വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിവിടെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു രേഖ വരയ്ക്കുകയാണെന്ന് വെക്കുക. ഇങ്ങനെയാണ് ആ രേഖ വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോണളവ് കിട്ടും, ഇവിടെ ഒരു കോണളവ് കിട്ടും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻസിഡന്റ് ആംഗിൾ. ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ പതന കോൺ. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? ഈ കോണിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയും. ഇവിടെ നമുക്കൊരു കോണളവ് കിട്ടും. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെ നമ്മൾ വിളിക്കുന്നത് റിഫ്രാക്റ്റീവ് ആംഗിൾ അഥവാ അപവർത്തന കോൺ എന്നാണ്. അപവർത്തന കോൺ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ആംഗിൾ എന്ന് പറയും. അതായത് ഈ പ്രകാശം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെരിയുമ്പോൾ നമ്മൾ അതിന് ലംബമായിക്കൊണ്ട് ഒരു സാങ്കല്പിക രേഖ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിളുകൾ കിട്ടും. ഈ ആംഗിളുകളുടെ പേരാണ്, ഈ മുകളിൽ കിട്ടുന്ന ആംഗിളിന്റെ പേരാണ് എന്ത്? പതനകോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയും. ഈ താഴെ കിട്ടുന്ന ആംഗിൾ ഏതാണ്? ഇതിനെ നമ്മൾ അപവർത്തന കോൺ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ആംഗിൾ എന്ന് പറയുന്നു. ഇനിയുള്ള പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് വായു എന്ന് പറയുന്നത് എന്താണ്? സാന്ദ്രത കുറഞ്ഞ മീഡിയമാണ്. കുറഞ്ഞ മീഡിയമാണ്. ജലം എന്ന് പറയുന്നത് വായുവിനെ അപേക്ഷിച്ചുകൊണ്ട് എന്താണ്? സാന്ദ്രത കൂടിയ മീഡിയമാണ്. ജലം എന്ന് പറയുന്നത് വായുവിനെ അപേക്ഷിച്ചുകൊണ്ട് എന്താണ്? സാന്ദ്രത കൂടിയ മീഡിയമാണ്. ജലം എന്താണ്? വായുവിനെ അപേക്ഷിച്ചുകൊണ്ട് സാന്ദ്രത കൂടിയ മീഡിയമാണ്. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അപവർത്തന കോൺ ഉണ്ടല്ലോ, ഈ അപവർത്തന കോൺ ലംബത്തിനോട് അടുത്തിരിക്കും. ശ്രദ്ധിക്കുക, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അപവർത്തന കോൺ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇത് എന്തിനോട്? ഈ പറയുന്ന നമ്മൾ ഇവിടെ വരയ്ക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഒരു ലംബം ഉണ്ടല്ലോ, ഈ ലംബത്തിനോട് അടുത്തായിരിക്കും ഇരിക്കുന്നത്. അത് തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നിങ്ങളിവിടെ ജലം, ഇത് ജലമാണ്, ഇവിടെ വായുവാണ് എന്ന് കരുതുക. ഇവിടെ നിന്നാണ് പ്രകാശം വരുന്നത് എന്ന് കരുതുക. ഇവിടെ നിന്നാണ് പ്രകാശം ഇങ്ങനെ വരുന്നത് എന്ന് കരുതുക. നേരെയാണ്, എൻ്റെ വരയുടെ പ്രശ്നമാണ്. ഇവിടെ വരുമ്പോൾ ഇതിന് ഇങ്ങനെ 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 പോകും എന്ന് കരുതുക. നമ്മളിവിടെ ഇങ്ങനെ ഒരു ലംബം വരയ്ക്കുന്നു എന്ന് കരുതുക. ഇത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പോകാം. മാധ്യമം അനുസരിച്ചാണ് അത് സംഭവിക്കുന്നത്. ഇങ്ങനെ പോയെന്ന് കരുതുക. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന അപവർത്തന കോൺ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതാണ് പതനകോൺ, ഇതാണ് അപവർത്തന കോൺ. ഈ പതനകോൺ എന്ന് പറയുന്നത് ലംബത്തിൽ നിന്നും അകന്നിരിക്കും. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുക. അതായത് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തന കോൺ ലംബത്തിനോട് അടുത്തിരിക്കും. എന്നാൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന അപവർത്തന കോൺ എന്നുള്ളത് ഈ പറയുന്ന ലംബത്തിൽ നിന്നും അകന്ന് ഇരിക്കും. ഇനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവമാണ്
എന്താണ് ആ മഴവില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഉച്ചയ്ക്ക് എന്തുകൊണ്ട് മഴവില്ല് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉച്ച സമയത്ത് പ്രകാശം എന്തായിട്ടാണ് നേരെയാണ് പതിക്കുന്നത്. പ്രകാശം ഇപ്പൊ ഏത് മീഡിയത്തിലേക്കായാലും പ്രകാശം നേരെയാണ് പതിക്കുന്നത്. നേരെ പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കില്ല? അപവർത്തനം സംഭവിക്കില്ല. അപ്പോ പ്രകാശം ചെരിഞ്ഞു പതിച്ചാൽ മാത്രമേ അതിന് എന്ത് സംഭവിക്കുള്ളൂ? ഇവിടെ ഒരു ചെറിയ ഒടിവുണ്ടായി അപവർത്തനം സംഭവിക്കുകയുള്ളൂ. പ്രകാശം ചെരിഞ്ഞു പതിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അപവർത്തനം സംഭവിക്കൂ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപവർത്തനത്തെ കുറിച്ചാണ്. അപവർത്തനം കാരണം, അതായത് നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ്? നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലാസിനകത്ത് കോയിനിട്ട് വെച്ച് വെള്ളത്തിൽ കോയിനിട്ട് വെച്ചാൽ അത് അതിന്റെ താഴെത്തട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നതായി തോന്നും. അതിന് കാരണവും അപവർത്തനമാണ്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് പെൻസിലോ കമ്പോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നാൻ കാരണം എന്താണ്? അതിന് കാരണവും ഈ പറയുന്ന അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതിന് കാരണവും എന്താണ്? അതിന് കാരണവും അപവർത്തനം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം മൂലമാണ്. അപവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ടേമാണ് അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്താണ് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കുക, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേഗതയുണ്ട്. അതാണ് പ്രകാശത്തിന്റെ ഏറ്റവും കൂടിയ വേഗത എന്ന് നമ്മൾ പറഞ്ഞു. അതെന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. എന്താണത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് മറ്റു മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിനൊരു വേഗതയുണ്ടാകും. ആ വേഗത വ്യത്യാസപ്പെടും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് മാറുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് എന്ത് വരും? ആ മാധ്യമത്തിന്റെ സാന്ദ്രത അനുസരിച്ച് വ്യത്യാസം വരുമെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോ ഈ പറയുന്ന ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗവും മറ്റു മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന വേഗതയും തമ്മിലുള്ള ഒരു അനുപാതമാണ്. അനുപാതമായിട്ടുള്ള ഒരു സ്ഥിര സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഓരോ മാധ്യമത്തിനും അല്ലെങ്കിൽ ഓരോ വസ്തുവിനും എന്തുണ്ട്? അപവർത്തനാങ്കമുണ്ട്. ഈ അപവർത്തനാങ്കത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ വസ്തുവിൽ പ്രകാശത്തിന് എത്രത്തോളം അപവർത്തനം സംഭവിക്കും എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അപവർത്തനാങ്കത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏതൊരു മാധ്യമത്തിലും എത്രത്തോളം അല്ലെങ്കിൽ ഏതൊരു വസ്തുവിലും എത്രത്തോളം അപവർത്തനം നടക്കും എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അത് ഈ അപവർത്തനാങ്കത്തെ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് അപവർത്തനാങ്കം? നമ്മൾ പറഞ്ഞു, അതായത് ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗവും മാധ്യമത്തിലുള്ള പ്രകാശത്തിന്റെ വേഗവും തമ്മിലുള്ള അനുപാതത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥിര സംഖ്യയാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പൊ അപവർത്തനാങ്കത്തെ നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം? n എന്ന് പറയാം. അപവർത്തനാങ്കത്തെ നമ്മൾ എന്തെന്നാണ് സൂചിപ്പിക്കുന്നത്? n എന്ന് പറയുന്ന ഇത് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. n = എന്താണ്? C/V എന്ന് പറയും. n = എന്താണ്? C/V എന്ന് പറയും. ഇതിൽ C അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത. ശൂന്യതയിലെ പ്രകാശത്തിന്റെ എന്താണ്? വേഗതയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? C എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ V എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? V എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? V എന്ന് പറയുന്നത് മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗത. ഏത് മാധ്യമത്തിലെയാണോ നോക്കുന്നത് ആ മാധ്യമത്തിലെ എന്താണ്? പ്രകാശത്തിന്റെ വേഗതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? V എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നോക്കുക, n എന്ന് പറയുന്നത് എന്താണ്? അപവർത്തനാങ്കമാണ്. അപവർത്തനാങ്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? C/V ആണ്. C എന്ന് പറയുന്നത് ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗതയും V എന്ന് പറയുന്നത് മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയുമാണ്. ഇനി അപ്പോ ഈ പറയുന്ന അപവർത്തനാങ്കം എപ്പോഴും സ്ഥിരമായിരിക്കില്ല. അതായത് മാധ്യമം മാറുന്നതിനനുസരിച്ച്, അതായത് മാധ്യമത്തിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അപവർത്തനാങ്കവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും.
എന്താണ് മാധ്യമത്തിന്റെ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് അപവർത്തനാങ്കവും എന്ത് സംഭവിക്കും? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മാധ്യമം അപവർത്തനാങ്കം വായുവിലൂടെ ആണെങ്കിൽ അപവർത്തനാങ്കം എത്രയായിരിക്കും? 1.003 ആയിരിക്കും. വായുവിലൂടെ പ്രകാശത്തിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് എത്രയാണ്? 1.003 ആണ്. ഇനി ജലത്തിലാണെങ്കിലോ? ജലത്തിലാണെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.33 ആയിരിക്കും. ഇനി ഐസിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഐസിലാണെങ്കിൽ അത് 1.31 ആണ്. അപ്പോ വായുവിൽ 1.003 ആണ്, ജലത്തിൽ 1.33 ആണ്, ഐസിൽ 1.31 ആണ്. ഇനി വജ്രത്തിലാണെങ്കിൽ എന്താണ്? വജ്രം ആണെങ്കിൽ 2.42 ആണ്. 2.42 ആണ്. അപ്പോ മാധ്യമം വായു ആണെങ്കിൽ 1.003, ജലമാണെങ്കിൽ 1.33, ഐസ് ആണെങ്കിൽ 1.31, വജ്രമാണെങ്കിൽ എന്താണ്? 2.42. ഇനി ഗ്ലാസ്സിലൂടെ ആണെങ്കിലോ? ഗ്ലാസ് വഴിയാണെങ്കിലോ? ഗ്ലാസ്സിലാണെങ്കിൽ 1.52 ആണ്. ക്രൗൺ ഗ്ലാസ്സിലാണെങ്കിലും എന്താണ്? അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.52 തന്നെയാണ്. ഇനി ഫ്ലിന്റ് ഗ്ലാസ്സിലാണെങ്കിൽ എന്താണ്? അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.62 ആണ്. 1.62 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. മാധ്യമം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമത്തിന്റെ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് എന്ത് സംഭവിക്കും? അപവർത്തനാങ്കവും വ്യത്യസ്തമായിരിക്കും. വായു 1.003, ജലം 1.33, ഐസ് 1.31, വജ്രം എന്ന് പറയുന്നത് 2.42, ഗ്ലാസിൽ 1.52, ക്രൗൺ ഗ്ലാസിൽ 1.52 തന്നെയാണ്, ഫ്ലിന്റ് ഗ്ലാസിൽ 1.62 ആണ്. അപ്പോ നമ്മൾ അപവർത്തനാങ്കത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. N = C/V. എന്താണ്? ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത, മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അപവർത്തനാങ്കം കണ്ടെത്തുന്നത്. അപവർത്തനാങ്കം ഒരിക്കലും എന്തായിരിക്കില്ല? ഒരു സ്ഥിരമായിരിക്കില്ല. അതിന്റെ മാധ്യമത്തിന്റെ സാന്ദ്രതയുടെ വ്യത്യാസം അനുസരിച്ച് എന്ത് സംഭവിക്കും? അപവർത്തനാങ്കത്തിലും വ്യത്യാസം സംഭവിക്കും. നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്? മാധ്യമം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മാധ്യമത്തിന്റെ സാന്ദ്രത മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു? അപവർത്തനാങ്കം വ്യത്യാസപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെയാണ് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യവും ഈ അപവർത്തനാങ്കവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് ഒരു തരംഗത്തിന്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അപവർത്തനാങ്കം കുറയും. തരംഗദൈർഘ്യം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനാങ്കം കുറയും. അതുപോലെ തരംഗദൈർഘ്യം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനാങ്കം കൂടും. നമ്മള് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. വിബ്ജിയോർ വരച്ച് തരംഗദൈർഘ്യം അടയാളപ്പെടുത്തിക്കൊണ്ട് എന്തിനൊക്കെയാണ് തരംഗദൈർഘ്യം കൂടുതൽ, ഏതൊക്കെ നിറത്തിനാണെന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി പഠിക്കണം. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചാൽ നിങ്ങൾ മറന്നുപോകും പരീക്ഷയ്ക്ക്. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോ തരംഗദൈർഘ്യം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? തരംഗദൈർഘ്യം കൂടുമ്പോൾ അപവർത്തനാങ്കം എന്ത് സംഭവിക്കും? അപവർത്തനാങ്കം കുറയും. ഇനി തരംഗദൈർഘ്യം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനാങ്കം കൂടും. അപ്പൊ നമുക്ക് ചില നിറങ്ങളുടെ അപവർത്തനാങ്കങ്ങളും നോക്കാം. അതായത് വയലറ്റ് എന്ന് പറയുന്ന നിറം ക്രൗൺ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ക്രൗൺ ഗ്ലാസ്, ഫ്ലിന്റ് ഗ്ലാസ്, ഈ പറയുന്ന ഗ്ലാസുകളിലൂടെ, ഈ മാധ്യമങ്ങളിലൂടെ ഈ നിറങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്കുണ്ടാവുന്ന അപവർത്തനാങ്കത്തെയാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന കളർ ഏതാണ്? വയലറ്റ് ആണ്. വയലറ്റ് ക്രൗൺ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.533 ആണ്. 1.533. അത് ഫ്ലിന്റ് ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ എത്രയാണ്? അത് 1.663 ആണ്. 1.663 ആണ്. ഇനി നീലനിറം നിങ്ങൾ നോക്കുക. നീലനിറം 1.523 ക്രൗൺ ഗ്ലാസ്സിലൂടെ
കടന്നു പോകുമ്പോൾ നീല നിറത്തിന്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് 1.523 ആണ്. അത് ഫ്ലിന്റ് ഗ്ലാസ്സിലൂടെ ആകുമ്പോൾ എന്താണ് 1.639 ആണ്. 1.639. ഇനി മഞ്ഞ നിറം ക്രൗൺ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ 1.517 ആണ് അതിന്റെ അപവർത്തനാംഗം. അത് ഫ്ലിന്റ് ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ 1.627 ആണ്. 1.627. ഇനി ചുവപ്പ് നോക്കുക നിങ്ങൾ. ചുവപ്പ് നിറം ക്രൗൺ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് 1.515 ആണ്. അത് ഫ്ലിന്റ് ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ 1.622 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് തന്നെ എന്താണ് തരംഗദൈർഘ്യം കുറയുമ്പോൾ, ഇത് നോക്കുക, ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ കളർ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, വയലറ്റ് ആണ്. വയലറ്റിന്റെ അപവർത്തനാംഗം നിങ്ങൾ നോക്കുക, എന്താണ് 1.533 ക്രൗൺ ഗ്ലാസ്സില്. ഫ്ലിന്റ് ഗ്ലാസ്സില് 1.663. ഇവിടെ എന്താണ് ചുവപ്പാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുവപ്പാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറമെന്ന് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ അപവർത്തനാംഗം നിങ്ങൾ നോക്കുക, 1.515, 1.622. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? തരംഗദൈർഘ്യം കുറയുമ്പോ എന്ത് സംഭവിക്കുന്നു? ഇവിടെ അപവർത്തനാംഗം കൂടുതലാണ്. ഇനി ഇവിടെ നോക്കുക, തരംഗദൈർഘ്യം കൂടിയപ്പോ എന്ത് സംഭവിച്ചു? അപവർത്തനാംഗം ഈ പറയുന്ന നിറത്തെ അപേക്ഷിച്ച് എന്താണ്? കുറവാണ്. തരംഗദൈർഘ്യം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനാംഗം കുറയുകയും തരംഗദൈർഘ്യം കുറയുമ്പോൾ അപവർത്തനാംഗം കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാധ്യമം മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അപവർത്തനാംഗം എന്ന് പറയുന്നത് ഒരു സ്ഥിരമല്ല, ഒരു മാധ്യമത്തിലും സ്ഥിരമല്ല. മാധ്യമത്തിന്റെ സാന്ദ്രതക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഇവിടെ നോക്കുക, ക്രൗൺ ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ എത്രയാണ് അപവർത്തനാംഗം? 1.533 ആണ്. അത് ഫ്ലിന്റ് ഗ്ലാസ്സിലൂടെ ആകുമ്പോൾ എത്രയായി? 1.663 ആയി. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? മാധ്യമം മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതിന്റെ അപവർത്തനാംഗവും മാറുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ പറയുന്ന അപവർത്തനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ഭാഗം കഴിയുന്നില്ല. അടുത്ത പ്രതിഭാസങ്ങളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി.